ഞാൻ ഈ വാനലോകത്തിന്റെ അകത്തുള്ള രഹസ്യങ്ങളെ ഞാൻ കാണുന്നു നബിയെ റസൂലുള്ളാഹിനോട് നേരിട്ട് ബോധാവസ്ഥയിൽ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതാ. അപ്പൊ ആ യാഥാർത്ഥ്യം കണ്ടെത്തിച്ച അപ്പുറം കാണാൻ പറ്റുന്നല്ലേ ഹദീസിന്റെ താല്പര്യം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോഴാണ് ചിലർക്കൊക്കെ മുഖം വീർക്കുന്നത്, കണ്ഠം വീർക്കുന്നത്. എന്താ? ഇരുന്നയിരിപ്പിന്നേളാകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ കുപ്പിയകത്തുള്ളേ വസ്തുവിനെ പോലെ കാമഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയും. 7 ആകാശത്തിന് അപ്പുറത്തുള്ള ആകാശത്തിന്റെ മുകളിലുള്ള സകല വസ്തുക്കളും എനിക്ക് പറയാൻ കഴിയുന്നു. ഇരുന്നയിരിപ്പിന്റെ 7 ആകാശം കണ്ടോവർ, ഇവിടെ ഇരുന്നിട്ട് 7 ആകാശവും കണ്ട് പാനം മാതളിയിലും കേളി മികച്ചോവർ. 7 ആകാശത്തിലും പറയപ്പെടുന്ന പ്രസിദ്ധനാണ് ഗൗസുൽ ആലം ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. എന്നാൽ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു നബിയോട് നേരിട്ട് പറയുന്നു, നബിയെ കന്നി അൻദുറു ഇലാ മലകൂതി സമാ, വാനലോകത്തിന്റെ അപ്രത്യക്ഷ ഭാഗത്തെ ഞാൻ കാണുന്നു നബിയെ. കന്നി അൻദുറു ഇലൽ ജന്നതി വന്നാർ, സ്വർഗ്ഗവും നരകവും ഞാൻ കാണുന്നു. സ്വർഗ്ഗവും നരകവും കാണുന്നു. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂടിയ അവിടെ കൂടിയ സഹാബികളോട് ഇയാൾക്ക് വട്ടാണ്, ഇയാള് ഭ്രാന്തനാണ്, ഇയാള് മങ്ങലാണ് എന്ന് പറഞ്ഞില്ല. റസൂൽ പറഞ്ഞു, ഇൽസം യാ ഹാരിസ, യാഥാർത്ഥ്യത്തിന് മുറുകെ പിടിച്ചു. നിനക്കപ്പ യാഥാർത്ഥ്യത്തിലേക്ക് നീ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫൽസം, ആ പാതയെ തന്നെ മുറുകെ പിടിച്ചോ നീ. സന്തുഷ്ടനായി തിരിഞ്ഞു പോകുന്ന ആ സഹാബി ഈ ഹദീസിന്റെ ബാക്കി ഭാവം ഇമാം സയൂത്തി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ധരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ ബാക്കി ഇനി പറയാൻ പോകുന്ന ഭാഗം ഇമാം സയൂത്തി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ സഹാബി അങ്ങ് തിരിഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാ നോക്കൂ, ആ പോകുന്ന മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. കാരണം അയാൾ കുറെ നിസ്കരിക്കുന്നു. നിസ്കാരത്തിന്റെ ആധിക്യം കൊണ്ടല്ല, നോമ്പിന്റെ ആധിക്യം കൊണ്ടല്ല, ഇബാദത്തിന്റെ ആധിക്യം കൊണ്ടല്ല. ഇന്നഹു അല്ലാഹു, അദ്ദേഹം അല്ലാഹാണ്. അദ്ദേഹം അല്ലാഹാണ്. രണ്ടർത്ഥം. അല്ലാഹു എന്ന് പറയുമ്പോൾ ധാരാളം ദിക്ർ ചെല്ലുന്നതാണ് ഒരർത്ഥം. മറ്റൊന്ന് അല്ലാഹുവിലേക്ക് ധാരാളം മടങ്ങി അവങ്കിലേക്ക് ലയിച്ചു ചേർന്ന ആള്. ഈ രണ്ടർത്ഥവും ഇമാം സയൂത്തി തങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഈ വാക്കിന്. അപ്പോ അങ്ങനത്തെ മഹാന്മാർ അള്ളാഹുവിലേക്ക് അടുത്ത് അള്ളാഹിനെ കുറിച്ച് അവർ മനസ്സിലാക്കി. അപ്പൊ ആ യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്താൻ അതിനാണ് ദിക്റിന്റെ മജ്‌ലിസ്. അല്ല ജനങ്ങൾ വെറും പുറംപൂച്ച് കാണിച്ച് അവരെ ഒരു തരം മാസ്മരികതയിലേക്ക് എത്തിക്കാനല്ല. സൃഷ്ടാവനെ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവനെ, ആരാണ് സൃഷ്ടാവ്? അള്ളാഹുവിനെ നമ്മളെ സൃഷ്ടിച്ചത്. ഞാൻ ഈ പറയുന്നത് ആരെ കഴിവുകൊണ്ടാണ്? അല്ലാഹു തന്ന കഴിവാണ്. ഈ ഓരോ അക്ഷരങ്ങളും ഞാൻ ഉച്ചരിക്കുമ്പോൾ, ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും അപ്പോൾ എനിക്ക് അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പറയുന്ന എന്റെ സംഭാഷണത്തെ അക്ഷരങ്ങളും ആശയങ്ങളും അതിന്റെ എല്ലാമായിക്കൊണ്ട് നിങ്ങൾ ചെവികളിലേക്ക് ഒരു മുഴക്കമായി കേൾക്കുന്നുവെങ്കിൽ അതിന് അക്ഷരസ്ഫുടതയിലൂടെ ആദർശം മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന കഴിവ് കൊണ്ടാണെന്ന് ഓർക്കുമ്പോ അവയും നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു അപാരമാണെന്ന് മനസ്സിലാവില്ലേ? നമ്മൾ നിന്നിർത്തുന്ന കാലം നോക്കുമ്പോ അപ്പ തന്ന കഴിവാണത്. ഈ കാലം നനക്കാൻ ഞാൻ കൈ പൊക്കണില്ലേ? അപ്പത്തന്ന കഴിവ്. ഇനിയിപ്പോ താത്തറ നൽകിയൊക്കെ ഓർഡർ വരണം. താത്തി ആ അപ്പത്തന്ന കഴിവുകൊണ്ടാ പൊക്കി. ഇത് ഇപ്പൊ തന്ന കഴിവാ. ഞാൻ നിങ്ങൾ നോക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചെരി നോക്ക അപ്പ തരുന്ന കഴിവുകൊണ്ടാണ്. അതുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരു കഴിവും നീ തന്നല്ലാതെ ഇല്ല. ആ വിശ്വാസത്തിൽ അടിയുറക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ മനസ്സിനിങ്ങനെ ആനന്ദം വരാൻ തുടങ്ങും.